ഒറ്റയ്ക്ക് ഭരിക്കണം തന്നെയായിരുന്നു എൻ്റെ മോഹം. അതൊന്നും നടക്കില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ കുത്തി പോകുന്നില്ലാത്ത എനിക്ക് ഏൽപ്പിച്ച് തരികയാണ് തറവാട്. അമ്മാനടുത്തൊന്നും നടക്കൂല മനുഷ്യ. സുഗതേട്ടൻ്റെ കൂടെ ഞാൻ നിൽക്കാം. പക്ഷെ നിങ്ങളിപ്പം പറഞ്ഞ കൃഷി അതെനക്ക് തരണം. കൃഷിയും കിട്ടും എനിക്ക്. ഇവിടുത്തെ വണ്ടിയുടെ കാര്യങ്ങളും നോക്കാം. രാജ്യത്തെ മന്ത്രിമാർക്കും കൂടിയില്ല എത്ര ഓഫർ. പിന്നെന്താണ് എല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയക്കാരുടെ ഒരു കളി എന്നോട് എടുക്കരുത്. എന്താ ഈ കുട്ടി പറഞ്ഞത്? എന്തിനാപ്പം നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇപ്പൊ നിലവിൽ നിനക്ക് എന്താ ഇവിടെ നിന്ന് കിട്ടുന്നത്? മാത്രല്ല എന്തെങ്കിലും ഒരു കാര്യം അവകാശത്തോടുകൂടെ ചോദിക്കാൻ പറ്റുമോ അച്ഛനോട്? എനിക്ക് ഇല്ല. പറ്റുമോ? ഇന്നലെതാ വെറുതെ 1-2 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചാണ് എന്റെ ചെവിടുത്തൊന്ന് കിട്ടിയത്. നീ കണ്ടല്ലേ? കണ്ണിന്ന് പൊഞ്ഞിച്ച പാറി. അതെ, ഇന്നലെ വരെ ഞാൻ അമ്മാവൻ്റെ കൂടെയായിരുന്നു. അല്ലും വിട്ടേക്ക്. ഇന്നു മുതൽ നിങ്ങളെ കൂടെ ഞാനുണ്ട്. സ്നേഹിച്ച കരള ഉണ്ണി അങ്ങോട്ട് പറിച്ചു കൊടുക്കും. തെറ്റിക്കഴിച്ച രണ്ടാളെ കരള ഞാൻ ഇങ്ങോട്ട് എടുത്ത് തിന്ന് കളയും. നീ കാസർഗോഡത്തെ കോഴിക്കടയിലെ കാര്യം പറയാണ്ട് ഇവിടുത്തെ കാര്യം പറയും. അതെ, ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഉണ്ണി നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇനി നിങ്ങൾക്ക് എന്ത് വരാ വേണ്ട? ഉണ്ണി കൂടി കൂടിയാൽ നമുക്കാണല്ലോ ഭൂരിപക്ഷം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്തേനെ എടുത്തിട്ട് പുറത്തേക്ക് ഇടണു, അവിടെ കയറി ഞാൻ ഇരിക്കണു. കാര്യങ്ങളൊക്കെ നമ്മളെ വഴുതിയിരിക്ക് വരും. അല്ല, നമ്മളിപ്പോ ഈ അച്ഛനിരിക്കുന്ന സ്ഥലത്ത് കയറി ഇരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താണ് പിന്നെ? എടാ, നമ്മുടെ വീടും തറവാടും വളപ്പും ഒക്കെ കടത്തിലാണ്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ മന്മഥ മുതലാളി ഇന്ന് കണ്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കും. എന്നാൽ നമുക്ക് അവിടെ കയറി ഇരിക്കണതിന് ഒരു ഇതുണ്ട്. അപ്പൊ ഇവിടെ സീറ്റിൽ ഇരിക്കാൻ പറ്റിയ ആൾ തന്നെയാണ് കേട്ടാ. ഇത്ര ബുദ്ധി ഉപയോഗിച്ചാൽ മതി നിങ്ങള്. ഇത് ഇപ്പോഴല്ലേ പറഞ്ഞത്? നിങ്ങളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടേ നമ്മുടെ മന്മഥൻ സാറിനെ ഇങ്ങോട്ട് വീഴ്പ്പിച്ചിട്ടുണ്ട്. മോഹനപ്പ കൊണ്ടുവരും ആളിനെ. അണ്ണന്മാരും അനിയന്മാരും അപ്പികളും എല്ലാം ഉണ്ടല്ലോ. പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ നടന്ന ആളാണ് കോട്ടായി തൊയ്യായി എന്തൊക്കെ സാധനങ്ങളാണ്. എന്റെ ആറ്റാല അമ്മച്ചി, ഇത് എന്തിനു കാണുന്നത്? അപ്പികളെല്ലാം കൂടെ ജായിൻ്റായ ഇന്നലെ തന്തപ്പടി ചവളവളൊക്കെ പറഞ്ഞ കിട്ടിയപ്പോ എല്ലാം കൂടെ ജായിൻ്റായ സന്തോഷം. വരി നിങ്ങള് ഇവിടെ വരുന്ന അച്ഛനൊന്നും കണ്ടില്ലല്ലോ. ആരും കണ്ടില്ല. കണ്ടാലെന്താണ്? അല്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. അല്ല, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അതെ, ഇനി സാമ്പത്തികമായിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ല. പക്ഷെ നോക്കി, ഉണ്ണി ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണ്. എനിക്ക് നല്ല ബുദ്ധി വന്നായിരുന്നു. നല്ലത്. അധികം വഴുകാതെ തന്നെ അച്ഛനെ അവിടുന്ന് പിടിച്ചു മാറ്റിയിട്ട് ആ കസാരയിൽ ഞാൻ കയറിയിരിക്കും. സത്യം പറയാ, ഞാൻ കുറെ നാളായിട്ട് നിങ്ങളുടെ ഇത് പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇത്ര നാൾ എന്റെ തന്തപ്പടി എന്റെ കച്ചവടം എല്ലാം പിടിച്ചു വെച്ചിരുന്നു. ഞാൻ പത് അയാളെ കാലുവിടയ്ക്ക് ഒതുക്കി ഒരിടത്തിരുത്തി. ഇപ്പൊ കച്ചവടമല്ല എന്റെ കയ്യിലല്ലേ. അതുകൊണ്ട് ഞാൻ ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് പേര് കഷ്ടപ്പെട്ടവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇനി ഈ വക രംഗത്തേക്കൊക്കെ ചെറുപ്പക്കാരെ ഇറങ്ങട്ടെ. പിന്നെ ഒരു കാര്യം, നിങ്ങളൊരു അനീചർക്കല്ലേ ഒരു ഇളയ വാവളുണ്ടായി വ്യാരിയാതെ അവനെയും കൂടെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിയിട്ട് അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കി. വെറുതെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടില്ല. എന്ത് കാരണം അവൻ തറവാട് വിട്ടിട്ട് കൊച്ചിയിൽ പോയി പഠിച്ചിട്ട് വലിയ അറിവാളിയായിരിക്കണം. അവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ പോയി പഠിക്കേണ്ടതാണ് കൊച്ചിയിലെ. നന്നായിട്ട് പഠിക്കും. പോവാത്തോണ്ട് തന്നെ അവൻ നിങ്ങളോട് കൂടിയില്ലേ? അവന് വിവരം വെച്ച് അവനും നിങ്ങളോട് കൂടുവോ?